ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ RRB, NTPC അതുപോലെ തന്നെ JEE എക്സാമിന് വേണ്ടുന്ന സ്ട്രാറ്റജിക്കയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സിഡ്ബി? സിഡ്ബിയുടെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, അപ്പോൾ സിഡ്ബിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. സിഡ്ബിയുടെ ഫുൾ ഫോം എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ സിഡ്ബിയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് സിഡ്ബിയുടെ ഫുൾ ഫോം. ഈ സിഡ്ബി ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ സിഡ്ബിയെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സിഡ്ബി എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാലോ അതിന് ആൻസർ 1990-ലാണ്. സിഡ്ബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതിന് ആൻസർ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ സിഡ്ബി എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, സിഡ്ബി എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബിയെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സിഡ്ബി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം അത് 1990-ലാണ്. സിഡ്ബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇൻ വിച്ച് സിറ്റി ഈസ് ദ മഹാകലേശ്വർ ടെമ്പിൾ ലൊക്കേറ്റഡ്? മഹാകലേശ്വർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണ്? അപ്പോ മഹാകലേശ്വർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അത് മധ്യപ്രദേശിലാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് സിറ്റിയിലാണെന്നാ. മഹാകലേശ്വർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിലാണ് കേട്ടോ. എവിടെയാണ്? മധ്യപ്രദേശിലെ ഉജ്ജയിലാണ് മഹാകലേശ്വർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്ത ടെമ്പിൾ ആണ്, ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുള്ളതാണ് അല്ലേ, ഏതാണ്? ഖജുറാഹോ ടെമ്പിൾ അല്ലേ, ഖജുറാഹോ ടെമ്പിൾ. അപ്പൊ ഖജുറാഹോ ടെമ്പിൾ ഏത് സ്റ്റേറ്റാ? മധ്യപ്രദേശ്. ഈ ഖജുറാഹോ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണ്? അത് ചണ്ടേല ഡൈനാസ്റ്റി ആണ് കേട്ടോ. ഖജുറാഹോ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണ്? ചണ്ടേല ഡൈനാസ്റ്റി. അപ്പൊ മഹാകലേശ്വർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിൽ എവിടെയാണ്? ഉജ്ജയിലാണെന്ന് ഓർക്കുക. ഖജുറാഹോ ടെമ്പിൾ ഏത് സ്റ്റേറ്റ് ആണ്? മധ്യപ്രദേശിലാണ്. ഖജുറാഹോ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചണ്ടേല ഡൈനാസ്റ്റി. ഇത് മറന്നുപോലെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഖജുറാഹോ ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പെൻഡ്രൈവ് വാസ് ഇൻവെന്റഡ് ബൈ IBM ഇൻ ദ ഇയർ. അപ്പൊ IBM പെൻഡ്രൈവ് ഇൻവെന്റ് ചെയ്ത വർഷം എന്നാണ്. ഈ വർഷത്തിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റ് ചില പ്രത്യേകതകൾ കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞുതരാം. IBM പെൻഡ്രൈവ് ഇൻവെന്റ് ചെയ്യുന്ന വർഷം അത് 1998-ലാണ്. എനിക്ക് തോന്നുന്നു മുന്നത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഞാൻ 1998-ന്റെ പ്രത്യേകതകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 1998-ലാണ് എക്കണോമിക്സിന് അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. വർഷം അറിയണേ, എക്കണോമിക്സിന് അമർത്യ സെന്നിന്, ഓക്കെ, എക്കണോമിക്സിന് അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് പെൻഡ്രൈവ് ഇൻവെന്റ് ചെയ്ത വർഷമായിട്ടുള്ള 1998-ലാണ്. ഓക്കെ, എക്കണോമിക്സിന് അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് പെൻഡ്രൈവ് ഇൻവെന്റ് ചെയ്ത വർഷമായ 1998 തന്നെയാണ്. ഓക്കെ, MS സുബ്ബലക്ഷ്മി, ഓക്കെ, MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. ഓക്കെ, MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 1998-ല്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗൂഗിൾ ഇൻവെന്റ് ചെയ്യുന്ന വർഷം. ഗൂഗിൾ ഇൻവെന്റ് ചെയ്യുന്ന വർഷം. ഓക്കെ, ഈ ഗൂഗിൾ ഇൻവെന്റ് ചെയ്യുന്ന ആരൊക്കെ ചേർന്നിട്ടാ? ലാരി പേജും അതുപോലെ തന്നെ സെർജി ബ്രിന്നും. ഓക്കെ, ലാരി പേജും സെർജി ബ്രിന്നോട് ചേർന്നിട്ട് ഗൂഗിൾ ഇൻവെന്റ് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1998-ലാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോ ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചിരിക്കുക. പെൻഡ്രൈവ് ഇൻവെന്റ് ചെയ്ത വർഷം 1998-ല്. ഓക്കെ, പെൻഡ്രൈവ് ഇൻവെന്റ് ചെയ്ത വർഷം എന്നാണ്? 1998-ലാണ്. എക്കണോമിക്സിന് അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം 1998-ലാണ്. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1998-ലാണ്. ഗൂഗിൾ ഇൻവെന്റ് ചെയ്യുന്നു ലാരി പേജും സെർജി ബ്രിന്നോട് ചേർന്നിട്ട് ഗൂഗിൾ ഇൻവെന്റ് ചെയ്യുന്ന വർഷം എന്നാണ്? 1998-ലാണ്. ഓക്കെ, അപ്പൊ ഈ 4 പ്രത്യേകതകൾ 1990 എന്ന് പറയുന്ന വർഷത്തെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. വീണ്ടും ഓർക്കുക, കണക്ട് ചെയ്ത് ഈ പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് കണക്ട് ചെയ്ത് പറയുന്നത്. സോ അപ്കമിങ് എക്സാമിന് ഈ കണക്ട് ചെയ്ത് പറയുന്ന ഫാക്ടുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അത് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു പോകാതെ അഡീഷണൽ പറയുന്ന പോയിന്റ്സ് കൂടെ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ.
ഓക്കെ, അപ്പോ അടുത്തെന്ന് പറയുന്നത് ഇൻ വിച്ച് സിറ്റി ഈസ് ദ ടോംബ് ഓഫ് ഷെയ്ഖ് സലീം ചിസ്തി ലൊക്കേറ്റഡ്? അപ്പോ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, അപ്പൊ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ നമ്മുടെ അക്ബർ ബിൽഡ് ചെയ്ത സിറ്റി ആയിട്ടുള്ള ഫത്തേപൂർ സിക്രിയാണ് കേട്ടോ. ഓക്കെ, അക്ബർ ബിൽഡ് ചെയ്ത സിറ്റി ആയിട്ടുള്ള ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിലാണ് ഷെയ്ഖ് സലീം ചിസ്തിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റി ബിൽഡ് ചെയ്ത ആരാണ്? നമുക്കറിയാം ആരാണ്? അക്ബർ ആണല്ലേ. ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റിയുടെ എൻട്രി ഗേറ്റ് ആണ് എന്തെന്ന് നമുക്കറിയാം, ബുലന്ദ് ദർവാസ എന്ന് പറയാം. ഈ ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്ത ആരാണ്? അക്ബർ ആണ്. അക്ബർ ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്ത വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് 1575 ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം മറക്കണ്ട. ഷെയ്ഖ് സലീം ചിസ്തിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സിക്രിയിലാണ്. ഓക്കെ, ഷെയ്ഖ് സലീം ചിസ്തിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സിക്രിയിലാണ്. ഓക്കെ ഓക്കെ, അപ്പോ RRB NTPC കോഴ്സ് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും കോഴ്സ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട് വരുന്ന കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ പ്രോപ്പർലി ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ക്ലാസ് എടുത്തതിന് ശേഷം ആ PPT നോട്ടുകൾ PDF ആക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ പഠിത്തത്തിൽ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 8075753676 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ കേദാർനാഥ് ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഡാഷ് ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് കേദാർനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് മുന്നേ ഉത്തരാഖണ്ഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അറിയേണ്ട ടെമ്പിളുകളാണ് ഏതൊക്കെയാ? കേദാർനാഥ് ടെമ്പിൾ അറിയണം. ഓക്കെ, കേദാർനാഥ് ടെമ്പിൾ, ബദ്രിനാഥ് ടെമ്പിൾ. ഓക്കെ, ദെൻ റീസെന്റ് ചോദിച്ചു കണ്ട ഒരു ടെമ്പിൾ ആണ്, അതുകൂടെ നോട്ട് ചെയ്യണേ, നീലകാന്ത് മഹാദേവ ടെമ്പിൾ കേട്ടോ. ഏതാണ്? നീലകാന്ത് മഹാദേവ ടെമ്പിൾ. നീലകാന്ത് മഹാദേവ് ടെമ്പിൾ. ഓക്കെ, അപ്പൊ ഇത് മൂന്ന് ഓർത്തിരിക്കുക. കേദാർനാഥ് ടെമ്പിൾ, ബദ്രിനാഥ് ടെമ്പിൾ, നീലകാന്ത് മഹാദേവ ടെമ്പിൾ. ഏത് സ്റ്റേറ്റ് ആണ്? ഉത്തരാഖണ്ഡ് ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ കേദാർനാഥ് ടെമ്പിൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ രുദ്രപ്രയാഗ് ആണ് കേട്ടോ. ഓക്കെ, കേദാർനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ രുദ്രപ്രയാഗിലാണ്. അപ്പൊ കേദാർനാഥ് ടെമ്പിൾ, ബദ്രിനാഥ് ടെമ്പിൾ, നീലകാന്ത് മഹാദേവ ടെമ്പിൾ എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. ഏതൊക്കെയാണ്? കേദാർനാഥ് ടെമ്പിൾ, ബദ്രിനാഥ് ടെമ്പിൾ, നീലകാന്ത് മഹാദേവ ടെമ്പിൾ. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്? ഉത്തരാഖണ്ഡ് ആണ്. അതിൽ കേദാർനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ രുദ്രപ്രയാഗിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇൻ വിച്ച് പ്ലേസ് ഈസ് ദി ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് ലൊക്കേറ്റഡ്? ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കൊൽക്കത്തയിലാണ്. ഓക്കെ, ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത പോർട്ടിനെയാണ് ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് എന്ന് റീനെയിം ചെയ്യുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത പോർട്ടിനെയാണ് ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് എന്ന് റീനെയിം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് സ്പീഡ് ഓഫ് ഫാൽക്കൺ? ഫാൽക്കണിന്റെ അപ്രോക്സിമേറ്റ് സ്പീഡ് എത്രയാണ്? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ തൊട്ടു മുന്നത്തെ RRB NTPC എക്സാം നടന്നത് 133 ഷിഫ്റ്റിലല്ലേ. അപ്പൊ ഈ 133 ഷിഫ്റ്റ് ടോട്ടലി അനലൈസ് ചെയ്യുമ്പോൾ ഇതുപോലെയല്ല നമ്മൾ അധികം ചോദിച്ച് കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് NTPC എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് സ്പീഡ് ഓഫ് ഫാൽക്കൺ? ഫാൽക്കണിന്റെ അപ്രോക്സിമേറ്റ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 320 km/h ആണ്. ഓക്കെ, ഫാൽക്കണിന്റെ അപ്രോക്സിമേറ്റ് സ്പീഡ് എത്രയാണ്? അത് 320 km/h ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രഡീഷണൽ വീവ് ഓഫ് ഗുജറാത്ത് ഈസ് നോൺ ആസ്? ഗുജറാത്തിലെ ട്രഡീഷണൽ വീവിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പട്ടോള എന്നാണ് കേട്ടോ. ട്രഡീഷണൽ വീവ് ഓഫ് ഗുജറാത്ത് ഈസ് നോൺ ആസ് പട്ടോള. അങ്ങനെയാണെങ്കിൽ ജംഡാനിയോ?
ജംഡാനി എന്നുള്ളത് നമ്മുടെ വെസ്റ്റ് ബംഗാള് അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയുമാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലെ അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും ട്രഡീഷണൽ വീവ് ആണ് ഏതെന്ന് പറയുന്നത് ജംഡാനി എന്ന് പറയുന്നത്. പട്ടോളയോ അത് ഗുജറാത്തിലെയാണ്. പട്ടോള എവിടെയാണ്? ഗുജറാത്തിലത്. അത് ഓർത്തിരിക്കാലോ. അപ്പൊ ട്രഡീഷണൽ വീവ് ഓഫ് ഗുജറാത്ത് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പട്ടോള. ജംഡാനി എവിടെയാണ്? വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ബംഗ്ലാദേശും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ വാസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ്. ഏത് രാജ്യത്തിന്റെ അസിസ്റ്റൻസോട് കൂടിയാണ് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്? രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലെ. അപ്പൊ ഈ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാനഡയുടെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് കേട്ടോ. ഏത് രാജ്യത്തിന്റെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ കാനഡയാണ്. ഏതാണ്? കാനഡയാണ്. ഓക്കെ, ദെൻ പിന്നീട് ഓർത്തിരിക്കാനുള്ളത്, അപ്പൊ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാനഡയുടെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാ? നമ്മുടെ ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താരാപൂർ ആണ് കേട്ടോ. ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? താരാപൂർ ആണ്. ഈ താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാ? താരാപൂർ. അതെവിടെയാ? മഹാരാഷ്ട്ര. നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്? നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ അത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഓക്കെ, നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. കൈഗ എവിടെയാണ്? കൈഗ കർണാടകയിലാണ് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഇത് മൂന്നും കൂടി ഓർത്തിരുന്നോ? ഓക്കെ, അപ്പൊ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാനഡയുടെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരാപൂർ മഹാരാഷ്ട്രയാണ്. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലും. കൈഗ എവിടെയാണ്? കർണാടകയിലുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഇൻവെന്റഡ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഫാൽക്കന്റെ സ്പീഡ് നോക്കി, അതുപോലെ തന്നെ പെൻ ഡ്രൈവ് ഇൻവെന്റ് ചെയ്ത വർഷം. അപ്പൊ അത്തരത്തിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ ഇൻവെന്റ് ചെയ്തത് ആരാണ്? നമുക്ക് രാജ്യം ചോദിച്ചായിരുന്നെങ്കിൽ അറിയാമായിരുന്നു, ചൈനയാണെന്നല്ലേ. പക്ഷെ ആളുടെ പേരാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഓക്കെ, പേപ്പർ ഇൻവെന്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കായിലൻ. ഓക്കെ, പേപ്പർ ഇൻവെന്റ് ചെയ്ത ആരാണ്? കായിലൻ. ഓക്കെ, ഏത് രാജ്യം? ചൈന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിത്ത് വിച്ച് ഡാൻസിംഗ് ഫോം ഈസ് ദ നോട്ടഡ് ക്ലാസിക്കൽ ഡാൻസർ ശോഭന നാരായൺ അസോസിയേറ്റഡ്? ശോഭന നാരായണൻ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അറിയാമല്ലേ, ഏത് ഡാൻസ് ഫോം ആണ്? കഥക് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നമ്മുടെ പണ്ഡിറ്റ് ബിർജു മഹാരാജിന്റെ സ്റ്റുഡന്റ് ആണല്ലേ. അറിയാലോ, പണ്ഡിറ്റ് ബിർജു മഹാരാജിന്റെ സ്റ്റുഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് ബിർജു മഹാരാജിന്റെ സ്റ്റുഡന്റ് ആണ് ശോഭന നാരായണൻ എന്ന് പറയുന്നത്. അപ്പോ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട പേഴ്സൺസ്. ഓക്കെ, മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഒന്നുകൂടി പഠിച്ചോളുക. ഈ പേഴ്സൺസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ്, ശോഭന നാരായൺ, ദെൻ അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, അതുപോലെ തന്നെ ശംഭു മഹാരാജ്. കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസിനെയാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാ? അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, ശംഭു മഹാരാജ്, കുമുദിനി ലാഗിയ. ഓക്കെ, കുമുദിനി ലാഗിയ, അതുപോലെ തന്നെ കൽക്ക പ്രസാദ്. ഓക്കെ, കുമുദിനി ലാഗിയ, കൽക്ക പ്രസാദ്. അപ്പോ പണ്ഡിറ്റ് ബിർജു മഹാരാജ്, അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, ശംഭു മഹാരാജ്, കുമുദിനി ലാഗിയ, കൽക്ക പ്രസാദ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് സിത്താര ദേവി, ഈശ്വരി പ്രസാദ്. അപ്പൊ ഇത്രയും പേരുകൾ അങ്ങ് നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, ഈശ്വരി പ്രസാദ്. ഇവരെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണ്. ഓക്കെ, ആരൊക്കെയാണ്? പണ്ഡിറ്റ് ബിർജു മഹാരാജ്, അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, ശംഭു മഹാരാജ്, കുമുദിനി ലാഗിയ, കൽക്ക പ്രസാദ്, സിത്താര ദേവി, ഈശ്വരി പ്രസാദ്. ഈ പേഴ്സൺസ് എല്ലാം ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒറ്റ തവണ കൂടി പേര് പറഞ്ഞുതരാം. പണ്ഡിറ്റ് ബിർജു മഹാരാജ്, അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, ശംഭു മഹാരാജ്, കുമുദിനി ലാഗിയ, കൽക്ക പ്രസാദ്, സിത്താര ദേവി ആൻഡ് ഓൾസോ ഈശ്വരി പ്രസാദ്.
ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് USA-ലാണ് കേട്ടോ. യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാ? USA. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് അധികം ശ്രദ്ധിക്കാത്ത GK-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് NTPC എക്സാമിനെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമോ? ദ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എവിടെയാണ്? അത് USA-ലാണ്. ഓക്കെ, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ USA-ലാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വിച്ച് ഫോർട്ട് ഈസ് ബിൽറ്റ് ഓൺ ദി ബാങ്ക് ഓഫ് റിവർ ചെനാബ്? ചെനാബ് റിവറിന്റെ ബാങ്കിലായിട്ട് ബിൽറ്റ് ചെയ്ത ഫോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അക്നൂർ ഫോർട്ട് ആണ്. ഏതാണ്? അക്നൂർ ഫോർട്ട്. ഓക്കെ, അപ്പൊ ചെനാബ് റിവറിന്റെ ബാങ്കിലായിട്ട് ബിൽറ്റ് ചെയ്ത ഫോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അക്നൂർ ഫോർട്ട്. ഏതാണ്? അക്നൂർ ഫോർട്ട്. നമ്മൾ അറിയുക ചിറ്റോർഗഡ് ഫോർട്ട് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ചിറ്റോർഗഡ് ഫോർട്ട്. ഓക്കെ, അപ്പൊ ചിറ്റോർഗഡ് ഫോർട്ട് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരും. ചിറ്റോർഗഡ് ഫോർട്ട് എവിടെയാണ്? ചിറ്റോർഗഡ് ഫോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ്. ഓക്കെ, ഈ രാജസ്ഥാനിൽ തന്നെയുള്ള മറ്റൊരു ഫോർട്ടും റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് കുംഭൽഗഡ് ഫോർട്ട് ആണ് കേട്ടോ. ഏതാണ്? കുംഭൽഗഡ് ഫോർട്ട്. അപ്പൊ ചിറ്റോർഗഡ് ഫോർട്ടും കുംഭൽഗഡ് ഫോർട്ടും ഏത് സ്റ്റേറ്റ് ആണ്? അത് രാജസ്ഥാനാണ്. ഓർത്തിരിക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിക്ലെയർഡ് പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ ആസ് എ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ? പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റാം. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയാം, നാഗാലാൻഡ് ആണെന്ന് അറിയാം അല്ലെ. പക്ഷെ പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ അത് അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. ഏത് സ്റ്റേറ്റ് ആണ്? പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണ്? അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഫെസ്റ്റിവൽസ് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. ഓക്കെ, ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. അടുത്ത് നോക്കേണ്ടത് സോലങ് ഫെസ്റ്റിവൽ. ഇതാണ് സോലങ് ഫെസ്റ്റിവൽ. അടുത്തെന്ന് പറയുന്നത് സിയാങ് റിവർ ഫെസ്റ്റിവൽ. ഏതാണ്? സിയാങ് റിവർ ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ, സോലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, ദെൻ മോപ്പിൻ ഫെസ്റ്റിവൽ. മോപ്പിൻ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ഡ്രീ ഫെസ്റ്റിവൽ. കേട്ടോ, ഏതാണ്? ഡ്രീ ഫെസ്റ്റിവൽ. അപ്പൊ ഇത്രയും ഓർക്കുക, ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ, സോലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, മോപ്പിൻ ഫെസ്റ്റിവൽ, ഡ്രീ ഫെസ്റ്റിവൽ. ഇതെല്ലാം ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. ഒന്നുകൂടി പറഞ്ഞു തരട്ടെ, പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ. ഓക്കെ, പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണ്? അരുണാചൽ പ്രദേശ് ആണ്. ഞാൻ ഈ പറഞ്ഞത് ഫെസ്റ്റിവൽസിൽ നിന്ന് ഒന്നും സ്കിപ്പ് ചെയ്ത് പഠിക്കല്ലേ, എല്ലാം പഠിച്ചോണം. ഏതൊക്കെയാ? ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ, സോലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, മോപ്പിൻ ഫെസ്റ്റിവൽ, ഡ്രീ ഫെസ്റ്റിവൽ. ഓക്കെ, ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ, സോലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, മോപ്പിൻ ഫെസ്റ്റിവൽ, ഡ്രീ ഫെസ്റ്റിവൽ. ഇതിനെ രണ്ട് ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റഡ് ഉള്ള ഫാക്ടുകളൂടെ ഓർത്തിരിക്കണം. അതില് ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിഷി ട്രൈബ് ആണ് കേട്ടോ. ഓക്കെ, ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിഷി ട്രൈബും, മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഗാലോ ട്രൈബും ആണ്. ഓക്കെ, ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ ആണെങ്കിൽ നിഷി ട്രൈബും, മോപ്പിൻ ഫെസ്റ്റിവൽ ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗാലോ ട്രൈബും ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പക്കേപാക ഹോൺബിൽ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശ് ആണ്. അതിൽ ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ ആണെങ്കിൽ നിഷി ട്രൈബും, മോപ്പിൻ ഫെസ്റ്റിവൽ ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗാലോ ട്രൈബും. രണ്ട് ട്രൈബൽ ഗ്രൂപ്പും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Thal Heavy Water Plant was commissioned. ഓക്കെ, അപ്പൊ താൽ ഹെവി വാട്ടർ പ്ലാന്റ് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഓക്കെ, താൽ ഹെവി വാട്ടർ പ്ലാന്റ് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏത് സ്റ്റേറ്റ് ആണ്? അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. നമ്മുടെ 16th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, The rail coach factory is situated which city of Punjab? പഞ്ചാബിൽ ഏത് സിറ്റിയിലാണ് റെയിൽ കോച്ച് ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത്? അപ്പൊ റെയിൽ കോച്ച് ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് പഞ്ചാബിലെ കപൂർത്തലയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ റെയിൽ കോച്ച് ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് പഞ്ചാബിലെ ഏത് സിറ്റിയിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസറോ കപൂർത്തലയിലാണ്. ഓക്കെ, അപ്പൊ റെയിൽ കോച്ച് ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് പഞ്ചാബിൽ എവിടെയാണ്? കപൂർത്തലയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഈസ് നോൺ ആസ് ദി
ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അറിയപ്പെടുന്ന ആരെയാണ്? വിജയ് ബഡ്കറിനെയാണ് കേട്ടോ. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അറിയപ്പെടുന്ന ആരെയാണ്? അത് വിജയ് ബഡ്കറിനെയാണ്. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വിജയ് ബഡ്കറിനെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അറിയപ്പെടുന്നത്. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫീൽഡ് ഡിഡ് മേരി ക്യൂറി വിൻ നോബൽ പ്രൈസ്? ഓക്കെ, അപ്പൊ മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഏതൊക്കെ ഫീൽഡിലാണ്? നമുക്കറിയാം ഫിസിക്സിനും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും ആണല്ലേ. മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഏതൊക്കെ ഫീൽഡിലാണ്? ഫിസിക്സിലും കെമിസ്ട്രിയിലും. അല്ല, ഫിസിക്സിനാണെങ്കിൽ 1903ലും കെമിസ്ട്രിയിലാണെങ്കിൽ 1911ലുമാണ്. ഓക്കെ, മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഏതൊക്കെ ഫീൽഡിലാണ്? ഫിസിക്സിലും കെമിസ്ട്രിയിലും. അതിൽ ഫിസിക്സിനാണെങ്കിൽ 1903ലും കെമിസ്ട്രിയിലാണെങ്കിൽ 1911ലുമാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വനാവൻ ഈസ് ഫോക്ക് മ്യൂസിക് ഫ്രം ഡാഷ് വിച്ച് ഈസ് യൂസിങ് ഡ്യൂറിങ് വെഡിങ് സെറമണീസ്. ഓക്കെ, അപ്പൊ വനാവൻ ഫോക്ക് മ്യൂസിക് ഇത് ഏത് സ്റ്റേറ്റ് ആണ്, എവിടെയാണ്, അല്ലെങ്കിൽ വനാവൻ ഫോക്ക് മ്യൂസിക് പെർഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഓക്കെ, വനാവൻ ഫോക്ക് മ്യൂസിക് പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. ഈ ജമ്മു കാശ്മീരിൽ തന്നെ ഒരു ഫോക്ക് മ്യൂസിക് ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ചാക്രി സോങ്. ഓക്കെ, അപ്പൊ ചാക്രി സോങ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏത് സ്റ്റേറ്റ് തന്നെയാണ്? ജമ്മു കാശ്മീരിൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. വനാവൻ ഫോക്ക് മ്യൂസിക് ജമ്മു കാശ്മീരിലാണെന്ന് സെറ്റ് ചെയ്ത് വെച്ചോ. ചാക്രി സോങ് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. പക്ഷെ ചാക്രി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാൻ ആണ് കേട്ടോ. ചാക്രി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണ്? രാജസ്ഥാൻ. അപ്പൊ ചാക്രി ഡാൻസും ചാരി ഡാൻസും രാജസ്ഥാനാണ്. ഓക്കെ, ചാക്രി ഡാൻസും ചാരി ഡാൻസും ഏത് സ്റ്റേറ്റ് ആണ്? രാജസ്ഥാൻ. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞുതരാം. വനാവൻ എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് ആണെങ്കിൽ ജമ്മു കാശ്മീരിൽ, ചാക്രി സോങ്ങും ജമ്മു കാശ്മീരിലാണ്. ഓർക്കുക, ചാക്രി സോങ് ജമ്മു കാശ്മീരിലാണ്, പക്ഷെ ചാക്രി ഡാൻസും അതുപോലെ തന്നെ ചാരി ഡാൻസും എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. ഓക്കെ, നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദി മാധുരി ഫോക്ക് ഡാൻസ് പ്രാക്ടീസ്ഡ്? മാധുരി ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ തെലുങ്കാനയാണ് കേട്ടോ. ഓക്കെ, മാധുരി ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണ്? തെലുങ്കാനയാണ്. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഓർക്കുക, പെരിനി താണ്ഡവം. ഓക്കെ, പെരിനി താണ്ഡവം. ഓക്കെ, പെരിനി താണ്ഡവം ഏത് സ്റ്റേറ്റ് ആണ്? തെലുങ്കാനയാണ്. ഓക്കെ, അപ്പൊ മാധുരി ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ തെലുങ്കാന. പെരിനി താണ്ഡവം ഏത് സ്റ്റേറ്റ് ആണ്? തെലുങ്കാനയാണ്. ഓക്കെ, അപ്പൊ മാധുരി ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണ്? തെലുങ്കാന. പെരിനി താണ്ഡവം ഏത് സ്റ്റേറ്റ് ആണ്? തെലുങ്കാനയാണ്. ഓക്കെ, 21st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കമ്മ്യൂണിറ്റി ഓഫ് രാജസ്ഥാൻ ഹാസ് ബീൻ ഫോളോയിങ് ബ്ലോക്ക് പ്രിന്റിംഗ് സിൻസ് ദ ലാസ്റ്റ് 3 centuries? ഓക്കെ, അപ്പൊ ബ്ലോക്ക് പ്രിന്റിംഗ് ഫോളോ ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റിയാണ്? അങ്ങനെ വെച്ചാൽ അതിന് ആൻസർ ചിപ്പ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. രാജസ്ഥാനിലെ ചിപ്പ കമ്മ്യൂണിറ്റിയാണ് ബ്ലോക്ക് പ്രിന്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിന്റിംഗ് ഫോളോ ചെയ്യുന്നത് രാജസ്ഥാനിലെ ചിപ്പ കമ്മ്യൂണിറ്റിയാണ്. ഓർക്കുക, ഫാഡ് പെയിന്റിങ്ങും ഏത് സ്റ്റേറ്റ് ആണ്? രാജസ്ഥാനാണ് കേട്ടോ. ഓക്കെ, ഫാഡ് പെയിന്റിങ്ങും ഏത് സ്റ്റേറ്റ് ആണ്? അതും രാജസ്ഥാനാണ്. അതുകൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോ രാജസ്ഥാനിൽ ഏത് കമ്മ്യൂണിറ്റിയാണ് ബ്ലോക്ക് പ്രിന്റിംഗ് ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചിപ്പ കമ്മ്യൂണിറ്റി. ഫാഡ് പെയിന്റിങ്ങും ഏത് സ്റ്റേറ്റ് ആണെന്ന് ഓർക്കുക? രാജസ്ഥാനാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയർ ഈസ് പൈത്തൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ലൊക്കേറ്റഡ്? ഓക്കെ, പൈത്തൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പൈത്തൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഓക്കെ, പൈത്തൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മൈത്തൺ ഡാം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, പൈത്തൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണെങ്കിൽ മഹാരാഷ്ട്ര, മൈത്തൺ ഡാം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ പഠിച്ചോളുക, അത് ജാർഖണ്ഡ് ആണ് കേട്ടോ. എവിടെയാണ്? ജാർഖണ്ഡ്. അപ്പോ പൈത്തൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണെങ്കിൽ മഹാരാഷ്ട്രയിലും, മൈത്തൺ ഡാം ആണെങ്കിൽ എവിടെയുമാണ്? ജാർഖണ്ഡിലുമാണ്. ഓക്കെ ആണോ? നമുക്ക് 23rd ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് along with Paul Allen founded Microsoft in the year 1975. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ഇയർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ 1975ഉം 1985ഉം 1995 ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രത്യേകതകൾ. അപ്പോ 1975 മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്?
ബിൽ ഗേറ്റ്സും അതുപോലെ പോൾ അലനും ബിൽ ഗേറ്റ്സും അതുപോലെ തന്നെ പോൾ അലനും ചേർന്നിട്ടാണ് മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത്. വർഷം മറക്കല്ലേ, എന്നാണ് 1975-ലാണ്. അപ്പൊ ബിൽ ഗേറ്റ്സും പോൾ അലനും ചേർന്നിട്ട് മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1975-ലാണ്. അപ്പൊ മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്നാണ് 1975. ആരൊക്കെ ചേർന്നിട്ടാണ്? ബിൽ ഗേറ്റ്സും അതുപോലെ തന്നെ പോൾ അലനും. നമുക്ക് 24th ക്വസ്റ്റ്യൻ നോക്കാം. ബംഗ്ലാദേശ് സെലിബ്രേറ്റ്സ് ഇൻഡിപെൻഡൻസ് ഡേയോ? ബംഗ്ലാദേശ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മാർച്ച് 26-നാണ്. ബംഗ്ലാദേശ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? മാർച്ച് 26-നാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിദ്ധേന്ദ്ര യോഗി ഡാഷ് ഡാൻസ് ഫോം വാസ് ലോഡഡ് ആസ് ആദിഗുരു. ആദിഗുരു എന്നറിയപ്പെടുന്ന സിദ്ധേന്ദ്ര യോഗി ഏത് ഡാൻസ് ഫോം ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ കുച്ചിപ്പുടി. ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ആദിഗുരു എന്നറിയപ്പെടുന്ന സിദ്ധേന്ദ്ര യോഗി ഏത് ഡാൻസ് ഫോം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ കുച്ചിപ്പുടി. ഈ കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത 2 പേഴ്സൺസിനെ എപ്പോഴും ചോദിക്കും. ഗുരു വെമ്പട്ടി ചിന്നസത്യവും വേദാന്തം സത്യനാരായണ ശർമ്മ. ഗുരു വെമ്പട്ടി ചിന്നസത്യവും വേദാന്തം സത്യനാരായണ ശർമ്മ. വേദാന്തം സത്യനാരായണ ശർമ്മ. ഗുരു വെമ്പട്ടി ചിന്നസത്യവും വേദാന്തം സത്യനാരായണ ശർമ്മ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഓർത്തിരിക്കുക, ആദിഗുരു എന്ന് പറയുന്ന സിദ്ധേന്ദ്ര യോഗി ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കേണ്ട 2 പേഴ്സൺസ് ആണ്. ആരൊക്കെ? ഗുരു വെമ്പട്ടി ചിന്നസത്യവും അതുപോലെ തന്നെ വേദാന്തം സത്യനാരായണ ശർമ്മയും. അപ്പോ നമ്മുടെ എക്സാമിന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസും അതുമായിട്ട് എക്സാമിന് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫാക്ടുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക? നമ്മള് ക്ലാസ് എടുക്കുന്നതിന് കൂടെ തന്നെ നോർമലി പഠിച്ചു പോകണം. പിന്നീട് ഒരു 2 times റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എക്സാമിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്. ബൈ.